കരുവന്നൂർ കേസിൽ ഇഡിയുടെ അന്തിമ കുറ്റപത്രം ഈ മാസം അവസാനം സമർപ്പിക്കും. 3 CPIM നേതാക്കൾ പ്രതികളാകും. നേതാക്കളെ പ്രതി ചേർക്കാനുള്ള നടപടികൾ ഇഡി പൂർത്തിയാക്കിയിരിക്കുകയാണ്. രാധാകൃഷ്ണൻ MP ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് ഇഡിയുടെ തീരുമാനം. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിൻ, ഏതൊക്കെ CPM നേതാക്കളാകും ഈ കേസിൽ പ്രതികളാകുക? കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, കഴിഞ്ഞ 21-ാം തീയതിയാണ് 2021 ഓഗസ്റ്റ് മാസത്തിലാണ് കരുവന്നൂർ കേസ് രജിസ്റ്റർ ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിക്കുന്നത്. തുടർന്ന് 2023 സെപ്റ്റംബർ മാസത്തിൽ ഇതിന്റെ കുറ്റപത്രം 50 പേരെ പ്രതികളാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. CPM എന്ന് പറയുന്ന സംഘടനയെ അടക്കം ഇവർ ഇതിൽ പ്രതിയേർത്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുകയാണ്. ഇന്നലെയാണ് രാധാകൃഷ്ണൻ MP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ രാധാകൃഷ്ണനെ ഇനി വിളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട നിർണായകമായ കാര്യം, തൃശൂർ ജില്ലയിലുള്ള 3 മുതിർന്ന നേതാക്കളെ പ്രതിയേർക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നിയമോപദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ കുറ്റപത്രം വരുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു കുറ്റപത്രമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ലക്ഷ്മി.